സൈബർ പട്രോളിംഗിന്റെ ഭാഗമായി വി ഡി സതീശന്റെ അഭിമുഖ വീഡിയോയ്ക്ക് കീഴിലുള്ള കമന്റ് നീക്കം ചെയ്യാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടതെന്നും അബദ്ധത്തിൽ വീഡിയോ നീക്കിയെന്നുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറയുന്നത്. താനല്ല ഇപ്പോൾ പോലീസിനെ ഭരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയും. ഭയമാണ് കേരളത്തെ ഇപ്പോൾ ഭരിക്കുന്നതെന്നും മോദിയുടെ അനിയനാണ് മുഖ്യമന്ത്രിയെന്നും ആരോപിക്കുന്നു പ്രതിപക്ഷ നേതാവ്. കമന്റുകളിലെ വിദ്വേഷ പരാമർശം നീക്കലായിരുന്നു ഉദ്ദേശമെങ്കിൽ മെറ്റയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലെ കണ്ടന്റുകൾ പട്രോളിംഗുകാർ കാണാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് സൈബർ ഇടം ഗോതയാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം തൃപ്തികരമാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി കോൺഗ്രസ് വക്താവ് വസന്ത് സിറിയൻ, CPM വക്താവ് PS സഞ്ജീവ്, ഇന്റർനെറ്റ് ഫ്രീഡം ആക്ടിവിസ്റ്റ് അനിവർ ആരൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവർ. ആദ്യം അനിവറിലേക്ക്. അനിവർ, വളരെ അസാധാരണമായൊരു നടപടിയാണിത്. പോലീസ് സ്വമേധയാ പട്രോളിംഗ് നടത്തുന്നു, പോലീസ് സ്വമേധയാ വിദ്വേഷകരമായ കമന്റുകൾ കണ്ടെത്തുന്നു, അത് നീക്കം ചെയ്യാൻ മെറ്റോയോട് ആവശ്യപ്പെടുന്നു, മെറ്റയ്ക്ക് അബദ്ധം പറ്റുന്നു, അവർ പൂർണ്ണമായ കണ്ടന്റ് നീക്കം ചെയ്യുന്നു. പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇതുവരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല പോലീസ് ഇത്ര പ്രൊആക്റ്റീവായിട്ടൊരു കാര്യം ഹെയ്റ്റിനെതിരെ ചെയ്യുന്നത്. ഇത് പോലീസിന്റെ നോട്ടീസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് വളരെ കൃത്യമായ IT ആക്ട് ദുരുപയോഗം എന്ന് പറയാവുന്ന കാര്യമാണ്. അത് IT ആക്ടിന്റെ സെക്ഷൻ 79(3)(b) വെച്ചിട്ടാണ് അവർ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത് അശ്ലീലം, മാനഹാനി, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ യഥാർത്ഥമാണെന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഷെയർ ചെയ്തത് എങ്ങനെയാണ് നിയമവിരുദ്ധമാണെന്ന്? ഡോക്യുമെന്റ് വ്യാജമല്ല, ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്തതല്ല, CEO തന്നെ ക്ലറിക്കൽ എറർ ആണെന്ന് പറഞ്ഞ കാര്യമാണ്. ഇതിലെന്താണ് അൺലോഫുള്ള്? അപ്പോൾ നോട്ടീസിൽ പറയുന്നത് പോലെ തന്നെ ബ്ലാറ്റൻലി ഇൻസൾട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. ഇലക്ഷൻ കമ്മീഷനെ അപമാനിച്ച് ഡോക്യുമെന്റ് ഷെയർ ചെയ്തവരാണോ അതോ BJPയുടെ സീൽ വെച്ച് കത്ത് എല്ലാ പാർട്ടികൾക്ക് അയച്ച ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് തന്നെയാണോ? അപമാനം ചെയ്യുന്നത് തെറ്റ് സംഭവിക്കുമ്പോഴാണ്, ചൂണ്ടിക്കാണിക്കുമ്പോഴല്ല. അതുപോലെ തന്നെ നോട്ടീസിൽ പറയുന്നുണ്ട് അണ്ടർമൈനിങ് കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണൽ ഹാർമണി എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഡോക്യുമെന്റിൽ BJP സീൽ കണ്ടതും മതസൗഹാർദ്ദവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിന്റെ ചോദ്യമാണ്, മതപരമായ വിഷയമല്ല. പോലീസ് ഒരു ലീഗൽ ടൈം ദുരുപയോഗം ചെയ്തിട്ട് സെൻസർഷിപ്പ് നടത്തുകയാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ സമാനമായ കാര്യം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വീഡിയോയുടെ കാര്യത്തിൽ സംഭവിച്ചു എന്ന് കരുതണമോ? ഞാൻ ആ വിഷയം ഫോളോ ചെയ്തിട്ടില്ല, എനിക്ക് അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കമന്റ് ചെയ്യാം. അനുവർ, ഉണ്ടായ സംഭവം ഇതാണ്. വി ഡി സതീശന്റെ ഒരു വീഡിയോയ്ക്ക് കീഴെ ഹേറ്റ് കമന്റ്സ് കണ്ടു എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത് സൈബർ പട്രോളിങ്ങിന്റെ ഭാഗമായി പോലീസ് കണ്ടെത്തി. ആ കമന്റ്സ് നീക്കം ചെയ്യാൻ പറഞ്ഞു. പക്ഷേ മെറ്റ എന്ത് ചെയ്തു? മുഴുവൻ വീഡിയോ അങ്ങ് പിൻവലിച്ചു. അത് വലിയ വിവാദമായി. വി ഡി സതീശന്റെ ഈ അഭിമുഖം പിൻവലിച്ചത് രാഷ്ട്രീയമായി ഭയന്നുകൊണ്ട് ഭരണകൂടം ചെയ്തതാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇപ്പോൾ സാങ്കേതിക പ്രശ്നമാണെന്ന് പറയുന്നു. കമന്റ് നീക്കുന്നതിന് പകരം കണ്ടന്റ് അങ്ങനെ നീക്കി അത് വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അല്ല, ഇതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതൊക്കെ വരുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് എന്താ വെച്ചാൽ, ഈ പ്ലാറ്റ്ഫോമുകൾക്ക് അധികാരം എങ്ങനെയാണ് വരുന്നതെന്നും എങ്ങനെയാണ് പ്ലാറ്റ്ഫോം അധികാരം പോലീസ് ദുരുപയോഗം ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമുകൾക്ക് കൃത്യമായ അക്കൗണ്ടബിലിറ്റി എന്തും എങ്ങനെയും നീക്കം ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട് ഒരുപാട്. അതുപോലെ തന്നെ പോലീസ് അതിൻ്റെ ഈ എങ്ങനെ പ്ലാറ്റ്ഫോമുകളെ കൊണ്ട് പിൻവലിപ്പിക്കാം എന്ന രീതിയിൽ വളരെ കൃത്യമായ ജുഡീഷ്യൽ റിവ്യൂയോട് കൂടി മാത്രം പിൻവലിക്കുക എന്ന് പറഞ്ഞ തീരുമാനങ്ങളുണ്ട്. സെൻസർഷിപ്പ് നടത്തുക എന്ന തീരുമാനങ്ങൾ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. അവിടെ നിന്ന് അൺഒഫീഷ്യൽ ടേക്ക് ഓവറിലേക്ക് പോകുന്ന ഒരുപാട് സ്റ്റെപ്പുകൾ ഇപ്പം അടുത്ത കാലത്ത് എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ കൂടിയും പോലീസിന്റെ നോട്ടീസിൽ കൂടി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രോസസ്സിന്റെ മീതെ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നത് കൊണ്ടുവരാൻ സെൻട്രൽ ഗവൺമെന്റിനും താല്പര്യമില്ല, നമ്മുടെ പോലീസുകാർക്കും താല്പര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെ ആശയപ്രകാശന സ്വാതന്ത്ര്യത്തിന്റെ മീതിയുള്ള തീരുമാനങ്ങളുടെ കൺട്രോൾ ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങൾ ഇല്ലായ്മയായി പോകുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യം വലിയ ചോദ്യമാണ്. പണ്ട് 66A കാലത്ത് സുപ്രീം കോടതി വെച്ച ഗൈഡ് ലൈൻസ് ഒന്നും ഒരുപാട് പിന്നോട്ട് പോകല് ഈ കഴിഞ്ഞ കൊല്ലങ്ങൾ കൂടി, കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസമുള്ള അനിവർ ഉണ്ടായത് ഈ കണ്ടന്റ് നീക്കം ചെയ്യാനുള്ള സമയപരിധി പോലും കുറച്ചു. അത് പറയുന്നത് ഇതൊരു കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. ഇപ്പോൾ ഇതിനൊപ്പം തന്നെ നമ്പർ ഓഫ് വെബ്സൈറ്റുകൾ ഇന്ത്യ സെൻസർ ചെയ്യുന്നത്, ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സെൻസർ ഇന്ന് ഇന്ത്യയാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ മീതെ ഇന്ത്യയുടെ സെൻസർഷിപ്പ് നിയമങ്ങളും പ്ലാറ്റ്ഫോമുകളുടെ ടേക്ക് ഡൗണുകളും വെബ്സൈറ്റുകളുടെ ടേക്ക് ഡൗണുകളും ഒക്കെ മാറിപ്പോകുന്നുണ്ട്. ഇത് മുഴുവനാണല്ലോ ജനാധിപത്യ രാജ്യം നമ്മൾ പറയുമ്പോൾ തന്നെയും ഫ്രീഡം ഇൻഡെക്സിൽ താഴേക്ക് പോകുന്നു. ഇന്റർനെറ്റിന്റെ മീതുള്ള സെൻസറിങ്ങുകൾ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഇതുപോലെ കരൺ സൈനിയുടെ വക റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത് എത്ര വെബ്സൈറ്റുകൾ ഇന്ത്യ സെൻസർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ
പ്ലാറ്റ്ഫോമുകൾക്ക് അമിതാധികാരം കൊടുക്കുകയും ബിഗ് ടെക്കിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്ന പോളിസി എടുക്കുകയും ചെയ്യുമ്പോൾ തന്നെയും ബിഗ് ടെക്കിനും പോലീസിനും തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്യാവുന്ന ഒരു സഹവർത്തിത്വ പരിപാടി ഉണ്ടാവുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു ജനാധിപത്യ ഭീഷണിയാണ്. അത് വേറൊരു ചർച്ചയും കൂടിയാണ്. അനിവർ, അവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരാണല്ലോ ഇത്തരം നിയമങ്ങൾ, ചട്ടങ്ങൾ കൊണ്ടുവരുന്നത്, പുതിയ ഡയറക്റ്റീവ്സ് കൊണ്ടുവരുന്നത്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയും, ഈവൻ പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും ഇതൊരു പ്രശ്നമല്ല. തങ്ങളുടെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അവരൊന്നും മിണ്ടില്ല. കാരണം നാളെ ഞങ്ങൾ ഏതെങ്കിലും സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാനുള്ളതാണ് എന്ന ബോധമായിരിക്കും അവർ നയിക്കുന്നത്. അങ്ങനെ തന്നെ കരുതാൻ പറ്റുള്ളൂ. അതായത് ഒരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ഈ സെൻസർഷിപ്പ്. അതിൽ വേണ്ടത്ര ശബ്ദം ഉണ്ടാവുന്നില്ല എന്നതാണ് പോസ്റ്റ് കോവിഡ് സെനാരിയോ. കോവിഡ് കാലം തുടങ്ങി നമ്മൾ ഈ ട്രെൻഡ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ഓരോ സമയം കൂടി വരുന്നു എന്നുള്ളതാണ് ഇപ്പം ഉണ്ടാവുന്നത്. ശരി, ഞാൻ വരാം. ശ്രീ വസന്ത് സിറിയക്ക്, ഇത് സതീശനെ ഭയന്ന് പിണറായി ചെയ്യുന്നതാണെന്നാണ് വി ഡി സതീശൻ തന്നെ ആരോപിക്കുന്നത്. ഒരു അഭിമുഖം പിൻവലിപ്പിച്ച് എന്തോ നേടുക എന്നുള്ളതാണല്ലോ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിലൊക്കെ അപ്പുറം, നിങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ അപ്പുറം പൗരൻ്റെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ ഭരണകൂടം ഇടപെടുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ് ഇന്നേവരെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അനിവറിനെ പോലുള്ള കുറേ ആളുകൾ സംസാരിക്കുന്നുണ്ട്, അവർ കോടതിയിൽ പോകുന്നുണ്ട്, നിയമപോരാട്ടം നടത്തുന്നുണ്ട്, പല കാര്യങ്ങളും. എങ്കിൽ പോലും ഇതിനൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഒരു പ്രതിപക്ഷ കക്ഷി ഉയർത്തുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ഒരു അഭിമുഖം ഭരണകൂടം ഇടപെട്ട് പുറത്താക്കിയെന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് കണ്ടന്റുകൾ, കഴിഞ്ഞ വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് കണ്ടന്റുകൾ, ഭരണകൂട വിമർശനം നടന്ന കണ്ടന്റുകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മോദിക്കെതിരായിട്ടുള്ള കണ്ടന്റുകൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ കണ്ടുകൊണ്ട് അത് രാഷ്ട്രീയ വിഷയമായി ഉയർന്നതിന് പകരം അത് സതീശനെ പേടിച്ചിട്ട് പിണറായി ചെയ്യുന്നതാണെന്നൊക്കെ പറയുന്നത് എത്രമാത്രം അല്പത്തരമാണ്. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് സമയമാണ്. പിണറായി അല്ല പോലീസിനെ ഭരിക്കുന്നത്. അല്ല, അത് പിണറായി അല്ല പോലീസിനെ ഭരിക്കുന്നതെന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. അങ്ങും എനിക്ക് മുമ്പ് സംസാരിച്ച ആളും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പൗരൻ്റെ മൗലിക അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഒരു എന്താ പറയുന്നത്, ഇടുത്തി പോലെ പതിക്കുന്ന സംഭവമാണ് എന്നതിലൊന്നും എനിക്കെതിരെ അഭിപ്രായമില്ല. അതിന് ആ രീതിയിൽ തന്നെയാണ് കാണേണ്ടത് എന്നതിലും അഭിപ്രായമില്ല. പക്ഷേ ഇത് ഇലക്ഷൻ ടൈമാണ്. ഇലക്ഷൻ ടൈമിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം, ബാക്കി എല്ലാ ലീഡേഴ്സും ഉള്ളപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ആ ഇൻ്റർവ്യൂ അങ്ങ് കണ്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വരുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനുമാണ്. വളരെ കൃത്യമായി കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടികളെ പറ്റി പറഞ്ഞു പോകുന്നു. ഇങ്ങനൊരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം എന്ന് പറയാൻ കേരളത്തിൻ്റെ പിണറായി വിജയൻ്റെ പോലീസിന്, ഇപ്പം അങ്ങ് പറയാം ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കുന്നത് മിനിഞ്ഞാന്ന് തൊട്ടാണ്. അതിൻ്റെ തലേന്നാൾ വരെ പിണറായി വിജയനാണ് നിയന്ത്രിച്ചത്. അപ്പോൾ ഒരു തെറ്റായ നടപടി, പൗരാവകാശത്തെ ലംഘിക്കുന്ന രീതിയിൽ ഇവിടുത്തെ പോലീസിന് നമ്മളൊക്കെ നോർത്ത് ഇന്ത്യയിൽ കേട്ടിട്ടുള്ളതുപോലെ പെരുമാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം അവർക്ക് കൊടുത്ത ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണത് എന്നേ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ മിനിഞ്ഞാന്ന് ഒരു ദിവസം ഒരു ഇലക്ഷൻ കമ്മീഷൻ വന്നു, അവർ പറഞ്ഞ ഉടനെ അതേ പോലീസ് അതേപടി ഓ അംബ്ര എന്ന് പറഞ്ഞ് ചെയ്തു എന്നൊന്നും കാണാൻ പറ്റില്ല. 10 വർഷമായി എങ്ങനെയാണോ ആനി രാജ പറഞ്ഞത്, എങ്ങനെയാണോ പലപ്പോഴും CPM-ലെയും CPI-ലെയും നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്, ആ കണക്കിന് സംഘ് പരിവാർ വൽക്കരണം പോലീസിൽ ഉണ്ടായിട്ടുണ്ട്. അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആ സംഘ് പരിവാർ മാനറിസം, സംഘ് പരിവാർ ചിന്ത, അത് പോലീസിനെ ആവേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എതിരഭിപ്രായങ്ങളെ, എതിർ ശബ്ദങ്ങളെ എങ്ങനെ അടിച്ചമർത്താമെന്ന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അബദ്ധം പറ്റിയതാണത്. ഇത് ഇലക്ഷൻ കമ്മീഷനാണോ അബദ്ധം കമ്മീഷനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുകയാണ്. കഴിഞ്ഞ ദിവസം സീൽ വന്നു, BJP സീൽ, ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക ഇലക്ട്രൽ പാഡിൽ BJP കേരളത്തിൻ്റെ സീൽ വന്നു, പറഞ്ഞത് അബദ്ധമാണ് എന്നാണ്. ഇന്നിപ്പോൾ അങ്ങും ഈ പാനലിൽ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പൗരാവകാശത്തെ ഗണിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഇലക്ഷൻ ടൈമിൽ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ തക്കവണ്ണം പോകുന്ന ഒരു നടപടി പോലീസും ഇലക്ഷൻ കമ്മീഷനും എടുക്കുന്നു. അതും അവർ പറയുന്നത് എന്താ, അതും അബദ്ധമാണ് എന്നാണ്. അപ്പോൾ ഇതെന്താ, അബദ്ധം കമ്മീഷനാണോ? ഇനി രണ്ടാമത്, കമൻറ്റ് നീക്കം ചെയ്യാനാണ് പോലീസ് ആവശ്യപ്പെട്ടത് എന്നാണ് പറയുന്നത്. കമൻറ്റ് നീക്കാനാണ് പോലീസ് ആവശ്യപ്പെട്ടതെങ്കിൽ അങ്ങനെയാണ് പോലീസിന് ഒരു കമൻറ്റ് നീക്കം ചെയ്യാൻ സാധിക്കുന്നത്. ആ പ്രശ്നത്തിൽ പോലീസിനൊരു പരാതി കിട്ടിയിട്ടുണ്ടോ, ഇതാ ഇന്ന കമൻറ്റ് അത് അശ്ലീലമാണ്, അല്ലെങ്കിൽ ഇന്ന കമൻറ്റ് മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ പരാതിയുടെ പുറത്തല്ല, സ്വമേധയാ നടത്തുന്ന സൈബർ പട്രോളിംഗിന്റെ ഭാഗമായി പോലീസ് തന്നെ കണ്ടെത്തുന്നതാണെന്നാണ് പറയുന്നത്. അതൊരു അപൂർവമായ നടപടിയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലും പോലീസ് സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും വിദ്വേഷ കമന്റ് സ്വയം കണ്ടെത്തുകയും അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഇതുവരെ കണ്ടിട്ടില്ല.
അല്ല അജിംസ്, പുതിയ യജമാനം വന്നതിൻ്റെ പുറത്തുള്ള ജിജ്ഞാസയുടെ പുറത്താണ് പെട്ടെന്ന് കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ. പുതിയ യജമാനം വന്നല്ലോ, യജമാനം മാറുന്നതിന് അനുസരിച്ച് നായ്ക്കൾക്ക് ആവേശം കൂടുകയും കുറയുകയും ചെയ്യും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ആ കണക്കിന് പുതിയ യജമാനൻ വന്നു, ആ യജമാനൻ്റെ പേരാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ യജമാനൻ വന്നതിൻ്റെ പുറത്തുള്ള ആവേശമാണെന്നിരിക്കട്ടെ, അങ്ങനെ കണ്ടെത്തിയെങ്കിൽ തന്നെ എന്താണ് പോലീസ് ആദ്യം ചെയ്യേണ്ടത്? അങ്ങനെ തെറ്റായൊരു കമൻറ്റ്, ആരെങ്കിലും വേദനിപ്പിക്കുന്നതോ അയാളുടെ ഡിഫമേറ്ററി ആയതോ ആയിട്ടുള്ളൊരു കമൻറ്റ് ഉണ്ടെങ്കിൽ ആദ്യം സ്വമേധയാ ഇത് കണ്ടെത്തിയ പോലീസ് എന്താ ചെയ്യേണ്ടത്? സ്വമേധയാ കേസെടുക്കണം, FIR ഇടണം. എവിടെ FIR നമ്പർ എത്രയാ? ആർക്കെതിരെയാണ് കേസ്? ഏത് പ്രൊഫൈലാണ് കമൻറ്റ് ഇട്ടത്? എന്താ കമൻറ്റ്? ആ FIR കൂടി കണക്ട് ചെയ്തുകൊണ്ട് വേണം മെറ്റയ്ക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ. ഞങ്ങൾ ഇതാ ഇന്ന FIR നമ്പറിൽ ഇന്ന കമൻറ്റുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആയതിനാൽ ഇത്രയും പെട്ടെന്ന് ഈ സാധനം ഡിഫമേറ്ററി ആവട്ടെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെ ബാധിക്കുന്നതാകട്ടെ അത് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് കൊടുക്കണമെങ്കിൽ, പോലീസ് IT സെല്ലിന് റിക്വസ്റ്റ് കൊടുക്കണമെങ്കിൽ ഒരു FIR ഉണ്ടാവണ്ടേ? എന്ത് FIR നമ്പർ എത്രയാ? ഏതാ കമൻറ്റിലെ കണ്ടന്റ് എന്താ? ആരാ കമൻറ്റ് ഇട്ടത്? ഏത് പ്രൊഫൈലെ കമൻറ്റ് ഇട്ടത്? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? അയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? അതിനൊക്കെ ഉത്തരം പറയണ്ടേ കേരളത്തിൻ്റെ പോലീസ്? അപ്പോൾ അതൊന്നുമില്ല. ഉണ്ടായത് ആ ഇൻ്റർവ്യൂവിലാകെ സംസ്ഥാന സർക്കാരിനെതിരായ നിശിതമായ വിമർശനം വരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 വർഷക്കാലമായി സംഘപരിവാർ ആവേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ആശയങ്ങൾ ആവേശിച്ചിരിക്കുന്ന പോലീസ് സംവിധാനത്തിന് അവർ യജമാനനെ പറ്റി പറഞ്ഞത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ചാടിപ്പുറപ്പെട്ട് അത് ഡിലീറ്റ് ചെയ്യണമെന്ന് കമൻ്റ് ഇടുന്നു, ഡിലീറ്റ് ചെയ്യണമെന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കുന്നു. മറ്റേ അത് ഡിലീറ്റ് ചെയ്ത ശേഷം വാർത്തയായ ശേഷം ഇവർക്ക് നിക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ പെട്ടെന്നൊരു ക്യാപ്സ്യൂളുമായി ഇറങ്ങിയാണ് ഞങ്ങൾ കമൻ്റാണ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ആ കമൻറ്റ് ഏതാണെന്ന് പോലീസ് പറയണ്ടേ? ആ കമൻറ്റ് ആരെയാണ്, ആർക്കെതിരായിട്ടുള്ള കമൻറ്റാണ് എന്ന് പോലീസ് പറയണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾ പോലീസ് DGPക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുത്തിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങയുടെ ചോദ്യം പോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനുള്ള നടപടി അത് ഏത് കോണിൽ നിന്നുണ്ടായാലും അത് ചൊരുക്കപ്പെടണം. അത് നാളെ ഞങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് മാറി ഞങ്ങൾ ഭരണപക്ഷത്ത് വന്നു എന്നിരിക്കട്ടെ, അപ്പോൾ പ്രതിപക്ഷത്തുള്ള ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ആ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കാനുള്ള അവസരം, അതിനുള്ള സ്പേസ്, അതിനുള്ള ഫ്രീഡം, അതിനുള്ള ഡെമോക്രാറ്റിക് ഗ്രൗണ്ട് ഫീൽഡ് അതുണ്ടാവണം. ഒരു മിനിമം പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ലാതെ എങ്ങനെയാണ്, മിനിമം ലെവൽ ഓഫ് പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ലാതെ എങ്ങനെയാണ് ജനാധിപത്യത്തിൽ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുന്നത്? അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള പോലെ ഉത്തരേന്ത്യയിൽ പോലെ മോദി ഗവൺമെന്റിന്റെ കാലത്ത് എങ്ങനെയാണോ മോദി എന്നൊരു പേര് പറയണ്ട, മോ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, സ്റ്റാൻ സ്വാമി തുടങ്ങി എത്രയോ പേർ, ഗൗരി ലങ്കേഷ് തുടങ്ങി എത്രയോ പേർ സാംസ്കാരിക ലീഡർഷിപ്പിൽ നിന്നവരെയെല്ലാം, മോദിക്കെതിരായി വിമർശനം പറഞ്ഞവരെയെല്ലാം എങ്ങനെയാണോ കൊന്നൊടുക്കിയത്, എങ്ങനെയാണോ നിശബ്ദരാക്കിയത്, അതേ രീതിയിൽ അതേ മോഡലിൽ അനിയൻ ബാബ ഇവിടെ കളിക്കിറങ്ങിയിരിക്കുകയാണ്. ചേട്ടൻ ബാബയെ കണ്ടുകൊണ്ട് അനിയൻ ബാബയുടെ കളിയുടെ ഭാഗമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏതായാലും പാഴൂർ പടിപ്പര വരെ പോകേണ്ടി വരില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരി, ശ്രീ സഞ്ജീവ്, PS സഞ്ജീവ് ചേരുന്നു. സഞ്ജീവ്, പോലീസിനെ ഭരിക്കുന്നത് ഇപ്പോൾ ഞാനല്ല എന്നാണ് ഈ സംഭവവികാസങ്ങളോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതായത് കമ്മീഷനാണ് പോലീസിനെ ഭരിക്കുന്നത്. കമ്മീഷൻ തന്നെ പറയുന്നത് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമല്ല, പോലീസ് സ്വമേധയാ നടന്ന സൈബർ പട്രോളിങ്ങിൽ എന്തോ കണ്ടെത്തി അത് നീക്കം ചെയ്യാൻ മെറ്റയോട് ആവശ്യപ്പെട്ടു എന്നാണ്. അത് പോലീസിന് അത്തരം അധികാരം നൽകുന്ന ചട്ട ഭേദഗതികൾ ധാരാളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ജനാധിപത്യപരമാണെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോഴും ഡിജിറ്റൽ അവകാശങ്ങളെക്കുറിച്ച്, ഡിജിറ്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രകടന പത്രികയിൽ പറയുന്ന CPM പോലുള്ളൊരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിക്ക് പോലീസാ ചെയ്തത് വിമർശിക്കപ്പെടേണ്ടതാണെന്ന് പറയാൻ കഴിയുന്നില്ല. അത് പ്രതിപക്ഷമാണെങ്കിൽ അത് കുറച്ച് ആയിക്കോട്ടെ എന്നുള്ളതാണോ രീതി? അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. എന്തോ സാങ്കേതിക തകരാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പകുതി കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ചോദ്യം ഒരു പരിധിവരെ പോലീസുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നു പോലീസിന്റെ നിയന്ത്രണം ഇപ്പോൾ എന്റെ കയ്യിലല്ല, കമ്മീഷനാണ് നിയന്ത്രിക്കുന്നത്. കമ്മീഷൻ പറയുന്നു അത് പോലീസ് സ്വമേധയാ എടുത്തിട്ടുള്ള ഒരു നടപടിയാണ്. പോലീസ് സൈബർ പട്രോളിങ്ങിനെതിരെ നടത്തുമ്പോഴാണ് ചില വിദ്വേഷ കമന്റുകൾ കണ്ടത് നീക്കാൻ മെറ്റയോട് ആവശ്യപ്പെട്ടു. മെറ്റ അബദ്ധത്തിൽ ആ വീഡിയോ തന്നെ പിൻവലിച്ചു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഭരണകൂടം ആവശ്യപ്പെടുമ്പോൾ, പോലീസ് ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ലീഗൽ നോട്ടീസ് വരുമ്പോൾ കണ്ടന്റ് നീക്കം ചെയ്യുക എന്നുള്ള രീതി ഇപ്പോൾ പുതിയ ന്യൂ നോർമലാണ്. അതിനാവശ്യമായ ചട്ടഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് കേന്ദ്ര ഭരണകൂടം. ഡിജിറ്റൽ റൈറ്റ്സിനെ കുറിച്ച് സ്വന്തം പ്രകടന പത്രികയിൽ പറയുന്ന CPM പോലൊരു പാർട്ടിക്ക് മെറ്റ ഇങ്ങനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പോലീസ് ഇങ്ങനെ ഒരു
നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാണ്, അത് പ്രതിപക്ഷ നേതാവിനെതിരെ ആണെങ്കിൽ പോലും ശരിയല്ല എന്നല്ലേ മുഖ്യമന്ത്രി പറയേണ്ടത്? ഒരു കാര്യം വ്യക്തമായി പറയാം, ചോദ്യം വീണ്ടും ക്ലിയർ അല്ല, ഞാൻ ഉത്തരത്തിലേക്ക് തന്നെ എനിക്ക് കേട്ട ഒരു ഏകദേശ ധാരണയാണ് ഞാൻ പറയാം. ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, VD സതീശന്റെ വീഡിയോ പിൻവലിക്കരുത് എന്ന രാഷ്ട്രീയപരമായ നിലപാടുള്ള മുന്നണിയാണ് ഞങ്ങളുടേത്. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ, അദ്ദേഹത്തിൻ്റെ ഓരോ അഭിപ്രായങ്ങളും കേരളത്തിലെ ഓരോ മനുഷ്യരും കേൾക്കുമ്പോൾ എത്രത്തോളം നുണകളും ബാലിശവും അത്രത്തോളം സത്യവിരുദ്ധവുമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രസ്താവനകളും എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നതും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. മെറ്റയെ നിയന്ത്രിക്കുന്നത് എന്തായാലും കേരളത്തിലെ CPM-ഓ LDF-ഓ അല്ലല്ലോ. കേരളത്തിലെ പോലീസിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് സഖാവ് പിണറായി വിജയനോ ആഭ്യന്തര വകുപ്പോ അല്ലാന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. ഇവിടെ FIR-മായി ബന്ധപ്പെട്ട് മറ്റ് സാങ്കേതിക വിഷയങ്ങളും ഒക്കെയും കുറിച്ച് പറയുന്നു. ഞങ്ങൾക്ക് നിർബന്ധമായും അഭിപ്രായമുണ്ട്, ആ വീഡിയോ തിരികെ വരണം, രാഷ്ട്രീയപരമായി ആ വീഡിയോ ഉൾപ്പെടെ തിരികെ വരണം. ഒരു കാരണവശാലും ഒരു പൗരന്റെ അഭിപ്രായങ്ങളൊന്നും റദ്ദ് ചെയ്യാൻ ആർക്കും അവകാശമില്ല. പക്ഷെ യഥാർത്ഥത്തിലെ വിഷയം എന്താണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന രാഷ്ട്രീയ ഇടപെടൽ, ആ രാഷ്ട്രീയ ഇടപെടൽ സംഘപരിവാറിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘപരിവാർ താല്പര്യങ്ങളുടേതാണ്. ഇവിടെ ഇപ്പോൾ വസന്ത് സിറിയക്ക് ഉൾപ്പെടെയുള്ള UDF-ന്റെ പ്രതിനിധി സംഘപരിവാറിന്റെ വഴിയിലൂടെ വന്ന് വീണ്ടും LDF-ലേക്ക് വെക്കുന്ന കണ്ടു. ഇടതുപക്ഷം കേരളത്തിൽ സംഘപരിവാറിനെ പ്രതിരോധിച്ചതുപോലെ മറ്റാരെങ്കിലും പ്രതിരോധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ജനങ്ങളോട് ചോദിച്ചാൽ തന്നെ അതിന് ഉത്തരം കിട്ടും. അതിന്റെ ഉത്തരവും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് തരാൻ വേണ്ടി പോവുകയാണ്. വസന്ത് സിറിയക്ക് ഉൾപ്പെടെയുള്ളവർ ഏറ്റുവാങ്ങി വീട്ടിലിരിക്കേണ്ടി വരും വീണ്ടും മൂന്നാമത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് വീണ്ടും LDF അധികാരത്തിൽ വരുമ്പോൾ. ഒരു കാര്യം പറയാം, ഈ കത്തയച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണല്ലോ UDF-ന്റെ പ്രതിനിധി സംസാരിക്കുന്നത്. ആ കത്തയച്ച ഘട്ടത്തിൽ തന്നെ ഈ BJP-യുടെ സീലോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് കത്തയച്ച ഘട്ടത്തിൽ തന്നെ ഡിസന്റ് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് അതിന്റെ സുതാര്യത നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നത് കേരളത്തിൽ CPM മാത്രമാണ്. അതിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് CPM മാത്രമാണ് അഭിപ്രായവുമായി മുന്നോട്ട് വന്നത്. എവിടെ പോയിരുന്നു UDF? എവിടെ പോയിരുന്നു ഈ നിമിഷം വരെയും UDF? ഇപ്പൊ ഇന്നിപ്പോ VD സതീശന്റെ വീഡിയോ പോയതുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ പ്രശ്നങ്ങളൊക്കെയും. ഞങ്ങളുടെ അഭിപ്രായം ആ വീഡിയോ ഉടനടി തിരിച്ചു വരണം എന്നാണ്. ഞങ്ങളുടെ ഒരു പേജ് ഉണ്ടല്ലോ, ആ പേജിനെ ഇപ്പൊ മൂന്നാമതും പൂട്ടിച്ചല്ലോ ഇവര്, നല്ലോണം പൊള്ളുന്നുണ്ടല്ലോ. ആ പേജ് നാലാമതും വരുന്നതിനെക്കാട്ടും സുഖമാണ് ഇവർ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വന്നാൽ ഞങ്ങളുടെ പണി അത്രയും കുറയും. അത്രയും കള്ളങ്ങളുടെ ഒരു പേമാരിയും ഘോഷയാത്രയും ആയിരിക്കുമല്ലോ. എത്രയെത്ര കള്ളങ്ങളാണ്, എത്രയെത്ര നുണകളാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യത ഇപ്പോൾ തന്നെ മുന്നേ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏതൊക്കെ വിധത്തിനാണ് രാജ്യത്തെ വിവിധ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അലിഗേഷനിൽ വന്നത് എന്നും രാജ്യത്തിന്റെ ഇന്ത്യ പോലുള്ള ഒരു പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണ്ട് തൊട്ടേ ഈ സംശയത്തിന്റെ നേരിലേക്ക് വന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് എത്രത്തോളം ദുരിതപർവ്വത്തിലേക്ക് കയറിയെന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ നിങ്ങൾ ചോദിക്കുന്നത് കേട്ടു, ഒരു ചോദ്യം UDF-ന്റെ പ്രതിനിധിയോട് ചോദിക്കുന്നത് കേട്ടു ഞാൻ ഈ ഇതിലേക്ക് വരുന്നതിന് മുമ്പ്, എന്തുകൊണ്ടാണ് UDF വേണ്ട വിധത്തിൽ ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷനെതിരെ പ്രതികരിക്കാത്തത്, അല്ലെങ്കിൽ രാജ്യത്തെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എങ്ങനെയാണ് പ്രതികരിക്കുക? രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ കാണുന്ന കോലത്തിലാക്കിയത് ആരാ? ഇങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെട്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള കോൺഗ്രസ് സർക്കാരുകൾ എത്രത്തോളം ദുർബലമാക്കിയിരിക്കുന്നു രാജ്യത്തെ സുപ്രധാനമായിട്ടുള്ള ഇത്തരം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളെ, അല്ലെങ്കിൽ ഇത്രത്തോളം പക്ഷപാതപരമായി പെരുമാറാൻ പാടില്ലാത്ത, പൂർണ്ണമായും നിഷ്പക്ഷത കാത്തുരക്ഷിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ തോതിലാക്കിയത് രാജ്യത്തെ കോൺഗ്രസ് അല്ലേ? അത് കുറച്ചും കൂടി വൃത്തികെട്ട നിലയിൽ കൈകാര്യം ചെയ്യുകയാണ് BJP. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും നിലപാട് ഈ കാര്യത്തിലൊക്കെയും ഒരുപോലെയാണ്. അപ്പോൾ അത് CBI ആയിക്കോട്ടെ, ED ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലും കൂട്ടിലടച്ച തത്തകളെ ഉണ്ടാക്കിയത് ആരാണ്? ആദ്യമായി കൂട്ടിലടച്ചത് ഇവരൊക്കെയാണല്ലോ. അപ്പോൾ ഇവർക്ക് അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിങ്ങളൊരു പൗരൻ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്റർനെറ്റ് ഫ്രീഡം ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന്റെ പോലുള്ള ഇടപെടലുകൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വസന്ത് സിറിയക്ക് ഉദാഹരിച്ചത് CPI-യുടെയും CPM-ന്റെ നേതാക്കന്മാരെയാണ്. ഇവർ പല ഘട്ടങ്ങളിൽ സമരം നടത്തി, ആ സമരത്തിന്റെ തുടർച്ച പോലും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് അവരുടെ കൂട്ടത്തിലെ ഒരു നേതാവിന്റെ പേര് പറയാൻ ഇദ്ദേഹത്തിന് ഇല്ലാത്തത്? കാരണം ഇതാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇങ്ങനെ ഇല്ലാതാക്കി കൈകാലുകൾ ബന്ധിച്ച് വെള്ളത്തിലേക്ക് ഇട്ടത് ഇവരാണ്. എന്തായാലും ആ വീഡിയോ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ളതാണ് CPM-ന്റെ അഭിപ്രായം. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് തുറന്നു പറഞ്ഞില്ല എന്നുള്ളൂ. സഞ്ജീവിലേക്ക് വരാം. ശ്രീ ദാമോദർ പ്രസാദ്, ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്തെ പോലീസ് പ്രതിപക്ഷത്തിന്റെ പോലീസാണെന്നൊരു ചൊല്ലുണ്ട് രാഷ്ട്രീയ കേരളത്തിൽ. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് പ്രതിപക്ഷത്തിന് വേണ്ടി, പ്രതിപക്ഷ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി
ഒരു കളി കളിക്കാം എന്ന് പോലീസ് കരുതിയതാണോ? അതല്ല, ക്ലാരിറ്റി ഇല്ല. സീരിയസ് ആയി ഭരണകൂടം, അതിപ്പോൾ കേന്ദ്ര ഭരണകൂടമാവട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനാവട്ടെ, ഇനിയിപ്പോൾ UDF ആരോപിക്കുന്ന പോലെ പിണറായി വിജയൻ സർക്കാരാവട്ടെ, അവർ ചെയ്യിക്കുന്നതാണോ ഇത്? എന്ത് തോന്നുന്നു? അജിംസ്, ഇതിനകത്ത് നമ്മൾ സാങ്കേതികമല്ലാതെ നോക്കുകയാണെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പ് എന്ന ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം പൊതുമണ്ഡലം വികസിതമാകുന്ന സമയമാണ്. കാര്യം ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നതും രാഷ്ട്രീയത്തെക്കുറിച്ചും സാമൂഹ്യമായ മാറ്റങ്ങളെക്കുറിച്ചും സമൂഹത്തിലെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വിസ്തരിച്ച് ചർച്ച നടക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയം. ആ സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും ഇത്തരം ചർച്ചകളിലേക്ക് കൂടുതൽ ശ്രദ്ധ വരികയും അതിൻ്റെ അകത്ത് ചർച്ച വ്യാപകമാവുകയും ചെയ്യും. നമ്മൾ ആലോചിക്കുന്ന ഇന്ന് ദിവസത്തിൻ്റെ പ്രത്യേകതയും കൂടിയുണ്ട്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് കാണുന്ന കാര്യം, ഇന്ന് ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വിദ്വേഷ പ്രസ്താവനയിൽ എന്ത് നടപടി എടുത്തു എന്ന് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ഇത് സാധാരണ ജനങ്ങളോ രാഷ്ട്രീയ പാർട്ടികളല്ല ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അതിന് ഉത്തരം പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ തൊട്ടുമ്പോൾ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു സീലിൻ്റെ ഒരു കാര്യം. ആ സീൽ അങ്ങനെ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുജനങ്ങളും ഇന്ത്യയിലെ പൊതുജനങ്ങളും ആ വിഷയത്തിൽ സംസാരിക്കും, ചർച്ച ചെയ്യും. അവരുടെ ആശങ്കയാണ് ജനാധിപത്യത്തെക്കുറിച്ച്. അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ അവർ ഇലക്ഷൻ കമ്മീഷനെ കുറ്റപ്പെടുത്തുന്നതല്ല ചെയ്യുന്നത്. ഒരു വിഷയം ചർച്ചയാണ്, അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾക്ക് അവകാശമുണ്ട്. ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ വിമർശനം ഉന്നയിക്കാൻ, കോടതി വിധിക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ അധികാരമുണ്ടെന്ന് അംഗീകാരമുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അത്തരം ജനാധിപത്യ ചർച്ചകൾ നടക്കുകയും അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പൊതുജനം ചർച്ച ചെയ്യും. അതാണ് ജനാധിപത്യം, അതാണ് ജനാധിപത്യത്തിന് അടിസ്ഥാനമായിട്ടുള്ള മാനദണ്ഡം, അതാണ് പൗരാവകാശം എന്നുള്ളത്. അതിൽ നിന്ന് മാറി നമ്മൾ കാണുന്നത് ഇന്നലെ VD സതീശനുമായി ബന്ധപ്പെട്ട അഭിമുഖം. ഒരു തരത്തിൽ നമുക്കിതിൻ്റെ ഗൂഢാലോചന ആലോചിക്കും. VD സതീശൻ്റെ അഭിമുഖം പിൻവലിച്ചതിൻ്റെ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സതീശൻ വീണ്ടും വന്നവഴി ആൾക്കാർ കൂടുതൽ കാണുന്ന സാഹചര്യം ഉണ്ടായി. അത് അതിനെക്കുറിച്ച് രാഷ്ട്രീയ ഉള്ളടത്തെ കൂടി വ്യത്യസ്ത അഭിപ്രായം ആൾക്കാർക്ക് ഉണ്ടായിക്കോട്ടെ, പക്ഷേ അത് കൂടുതൽ ആൾക്കാർ കാണുകയും സ്വീകരിക്കുകയും ശരിക്കും ചെയ്യും. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇത് അറിയാമായിരുന്നുള്ള ചോദ്യമല്ല, പക്ഷേ ഇതിൻ്റെ വിവേകശൂന്യത, ആ വിവേകശൂന്യതയാണ് ആ വിവേകശൂന്യത കേരളത്തിലെ പോലീസിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കമൻറ്റ് നീക്കാൻ പറഞ്ഞ സ്ഥലത്ത് കമൻറ്റുകളായി വന്നിട്ടുണ്ട്. സാമൂഹ്യ സ്പർദ്ധയോ സാമൂഹ്യമായിട്ടുള്ള സംഘർഷാവസ്ഥ ഉണ്ടാക്കണില്ല. നിങ്ങൾക്ക് ജനങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം നിരോധിക്കപ്പെടുന്ന കാണുന്ന പറഞ്ഞാൽ കേരളത്തിലെ പോലീസിന് വിവേകം എവിടെയാണ്? അവരെവിടെ ജനാധിപത്യത്തിലൂടെ നിൽക്കുന്നത്? അവർ മെറ്റയ്ക്ക് പറഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഹിന്ദുവിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ IT ഭേദഗതിക്ക് ശേഷം 24 മണിക്കൂറിനുള്ളിൽ കണ്ടൻറ്റ് മാറ്റാനുള്ള തീരുമാനത്തെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട അനവധി വിമർശനങ്ങൾ മുഴുവൻ എടുത്ത് മാറ്റി. അങ്ങനെ മാറ്റുമ്പോൾ ഇന്ന് PS സഞ്ജീവ് സ്വാഗതാർഹമായ നിലപാടുകൂടെ സ്വീകരിച്ചതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹം VD സതീശനെ ഇതിനെക്കുറിച്ച് എൻ്റെ ഉത്തരവാദിത്തമല്ല എന്നല്ല പറയുന്നത്, അത് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു, അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തോട് പറയുമ്പോൾ അത് ജനാധിപത്യത്തിന് അന്തസ്സ് ഉയർത്തും. അവിടെ മുഖ്യമന്ത്രിയായിട്ടാണ് പെരുമാറുന്നത്. ഒരു രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സതീശനോട് ഇരുന്ന ഒരു നേതാവായിട്ടല്ല. നമ്മളെല്ലാം പ്രദാനം ചെയ്യുന്ന മുഖ്യമന്ത്രി നിലയ്ക്കുന്ന നമ്മുടെ SFIയുടെ യുവ നേതാവിന് ആ ഒരു കാര്യം പറയുന്നത് വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ അന്ന് ആ സമയത്ത് വിട്ടുപോയതായിരിക്കാം. അങ്ങനെയായിരുന്നു, ഇനി അങ്ങനെ പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല, എന്നെ തിരുത്താം, അജിംസ് തിരുത്താൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ പറയേണ്ടിയിരുന്ന കാര്യം എന്താണ്? ആ വീഡിയോ എടുത്തു മാറ്റി തെറ്റാണ്, ആ ജനാധിപത്യ ലംഘനമാണെന്നായിരുന്നു പറയും. അപ്പോൾ നമുക്കെന്നുണ്ടാവും അതെൻ്റെ ഉത്തരവാദിത്തമല്ല പറയേണ്ടത്, മറിച്ച് അതിൻ്റെ അകത്ത് ജനാധിപത്യ ലംഘനം. കാര്യം ഇത്തരം വീഡിയോകൾ കാണാനും അതിൻ്റെ മൗലികാവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, മൗലികാവകാശത്തെക്കുറിച്ച് വിശ്വസിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളൊരു അത് എന്നെ തിരുത്തണം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം കൂടി എൻ്റെ അകത്തുണ്ട്. നമ്മളിത് സീക്വൻസായി കാണുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ സീക്വൻസിൽ കാണുന്ന കാര്യം അവസാനം ആ വിവേകശൂന്യത സ്വയം അംഗീകരിക്കേണ്ടി വന്നാലും ഇത് നമ്മൾ കണ്ടുവരുന്ന കാഴ്ചയുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ വിദ്വേഷജനകമായ പ്രസ്താവനകൾ പലതും നടക്കുന്നുണ്ട്. അതൊന്നും തന്നെ തടയപ്പെടുന്നില്ല. വിദ്വേഷജനമായ പ്രസ്താവന പല നടക്കും. ഇന്ന് ഹൈക്കോടതി ചോദിച്ച പോലെ. അപ്പോൾ അതേസമയം പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന ഗൗരവമായ ചർച്ചകൾ, സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളുടെ വിമർശനങ്ങൾ, അത് കാണാതിരിക്കാനും മാറ്റുകയും ചെയ്യുന്നത് രാഷ്ട്രീയപരമായിട്ട് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സന്ദേഹത്തിൻ്റെ ആവശ്യമുണ്ടോ? ശരി, ശ്രീ അനീവർ അരവിന്ദ്, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രധാനമന്ത്രി മോദിയുടെ വിദേശ സന്ദർശനങ്ങളിലെ ബോഡി ലാംഗ്വേജിനെ വിമർശിക്കുന്ന, സർക്കാസ്റ്റിക്കായി കളിയാക്കുന്ന ചില വീഡിയോകൾക്ക് നേരെ ഭരണകൂടം ഇതേപോലെ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ തരത്തിലുള്ള ഒരു കോച്ചിങ് ഈ സൈബർ രംഗത്ത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് റെസ്ട്രിക്ഷൻ ഉള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് നമ്മുടെ ഒരു സുഹൃത്ത് എല്ലാ ഇന്റർനെറ്റ് ഡൊമൈനുകളും ഡീപ്പായി കൊണ്ട് സെർച്ച് ചെയ്ത് കണ്ട് ഇന്ത്യ എത്ര വെബ്സൈറ്റുകൾ ഫിൽട്ടർ ചെയ്ത് കളയുന്നു എന്ന് നോക്കുമ്പോൾ 43,000-ലധികം വെബ്സൈറ്റുകൾ ഇന്ത്യ ഫിൽട്ടർ ചെയ്ത് കളയുന്നുണ്ട്. ഈ ബ്ലോക്കിംഗ് ഓർഡറുകളുടെ കാര്യത്തിൽ യാതൊരു ട്രാൻസ്പെറൻസി ഇല്ല.
ഏത് വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തെന്നോ എന്തുകൊണ്ടാണെന്നോ അറിയാൻ യാതൊരു വഴിയില്ല. ഇപ്പോൾ ഇതിനൊപ്പം നമ്മൾ നോക്കേണ്ട കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു 66A കാലത്ത് കോർട്ട് ഓർഡർ ഇല്ലാതെ ഒരു ടേക്ക് ഡൗൺ ചെയ്യല് ശ്രേയാ സിംഗൽ കേസിന്റെ പുറത്ത്, അതായത് മറ്റേ ബാൽ താക്കറെ മരിച്ചപ്പോൾ കമന്റ് ഇട്ടതിന്റെ പുറത്ത് അറസ്റ്റ് ചെയ്ത കേസിൽ കോർട്ട് ഓർഡർ ഇല്ലാതെ കണ്ടന്റ് ടേക്ക് ഡൗൺ ചെയ്യുകയും ക്രിമിനൽ ഡിഫമേഷൻ നടത്തുകയും ചെയ്യുന്നതിനെതിരെ കോടതി വിധിച്ചപ്പോൾ അതൊരു വലിയ വിജയമായിട്ട് കണ്ടവരാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് ഇന്ന് 3 മണിക്കൂറാണ് ഇന്ത്യയിൽ ഇപ്പോൾ കണ്ടന്റ് ടേക്ക് ഡൗൺ ചെയ്യാനുള്ള ഈ ഫെബ്രുവരിയിൽ വന്ന നോട്ടീസിന്റെ സമയം. നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഇലക്ഷൻസ് വരെയാണ്, 3 മണിക്കൂറിലപ്പുറം കണ്ടന്റ് ഉള്ളിൽ കണ്ടന്റ് ടേക്ക് ഡൗൺ ചെയ്തില്ലെങ്കിൽ, അതും ഒരു പോലീസ് ഇൻസ്പെക്ടർ വിചാരിച്ചാൽ എന്ത് കണ്ടന്റ് ഇന്റർനെറ്റിൽ നിന്ന് ടേക്ക് ഡൗൺ ചെയ്യാം എന്നുള്ള അവസ്ഥയിൽ മാറുകയാണ്. ഇപ്പോൾ ഈ IT ആക്ടിന്റെ സെക്ഷൻ 79(3)B വെച്ചിട്ട് എന്ന് പറയുന്നത്, ഇവർ ചെയ്യുന്ന നോട്ടീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 മണിക്കൂർ ലോകത്ത് ഒരിടത്തുമില്ല ഇത്രയും ഫോക്കസ്ഡ് ആയ ഒരു കണ്ടന്റ് ടേക്ക് ഡൗൺ റൂള്. അപ്പോൾ ഈ നമ്മൾ അതെന്തുകൊണ്ട് വരുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റ്. 2, ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത എന്ന് പറയുന്നതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തകർച്ചയുടെ ഒരു സീരീസ് ഓഫ് ഇവന്റ്സ്. അത് നമ്മൾ വോട്ട് ചോരി തുടങ്ങി ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. കേരള പോലീസിന്റെ കാര്യക്ഷമതയുടെ ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഏത് വിഷയങ്ങളിൽ കേസെടുക്കുന്നു, ഇതിനുള്ളിൽ തന്നെ നമ്മൾ എന്തുകൊണ്ട് മതസൗഹാർദ്ദം പോലുള്ള പേരുകൾ കയറി വരുന്നു, എന്തുകൊണ്ട് മറ്റുള്ള ചോദ്യങ്ങൾ കയറി വരുന്നു, അങ്ങനെയുള്ള കുറേ പീസുകൾ അവിടെ ഇവിടെയും കിടക്കുന്നു. കമന്റിന്റെ പുറത്ത് എന്തുകൊണ്ട് കണ്ടന്റ് ടേക്ക് ഡൗൺ ചെയ്യേണ്ടി വരുന്നു. ഈ എല്ലാ പീസുകളും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനൊരു കോമൺ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഉണ്ട്. ആ ആർക്കിടെക്ചറും ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊളാപ്സും എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാതിരിക്കുന്ന ചോദ്യം. ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വസന്ത് സിറിയക്, ഇത് കേവലമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രശ്നം എന്നതിലുപരി എത്ര വലിയ ഒരു ഭരണഘടനാ പ്രശ്നം കൂടിയാണ് എന്നുകൂടി കാണുക. ഞാനോ വസന്തോ ഏതെങ്കിലും സാമൂഹ്യ മാധ്യമത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനത്തെ ഭരണകൂടം, അത് നിങ്ങൾ ഭരിച്ചാലും ആര് ഭരിച്ചാലും, എടുത്ത് ദൂരെ കളയാവുന്ന തരത്തിലുള്ള അധികാര ദുർവിനിയോഗം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതിലുപരി അത് നിങ്ങളും കാണുന്നില്ല, അത് പിണറായി വിജയൻ കാണുന്നില്ല. അവിടെ സഞ്ജീവ കാര്യം ചൂണ്ടിക്കാട്ടി, പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പ്രശ്നമല്ല. പോലീസ് അങ്ങനെ പെരുമാറുന്നത് മുഖ്യമന്ത്രിക്ക് പ്രശ്നമല്ല. കമ്മീഷൻ്റെ കീഴിലാണെങ്കിലും പോലീസ് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നേ ഇല്ല. അത് പിണറായി വിജയൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിനെതിരെ തന്നെയും ഉപയോഗിക്കാവുന്ന ഒരു ആയുധമാണെന്ന് അദ്ദേഹം കരുതുന്നില്ല. സതീശനും അത് കരുതുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങളിത് വളരെ എന്താ പറയുക, പെറ്റി രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമല്ല ഇക്കാര്യത്തിലുള്ളത്. ഒരിക്കലുമല്ല. നോക്കൂ, ഇപ്പോൾ സഞ്ജീവ് പറഞ്ഞു ഈ സീലുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നു. കോൺഗ്രസിൻ്റെ ഏത് നേതാവാണ് അതിനെപ്പറ്റി സംസാരിച്ചത് എന്ന് ഞാൻ സഞ്ജീവിനോട് തിരിച്ചു വയ്ക്കാം. CPM അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ടോ? കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിന്റെ വെളിയിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന നരേന്ദ്രമോദിയുടെ വീഡിയോ പുറത്തുവിട്ടതാണ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കിയത്. പരാതിയും കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, ഞാൻ പറയാണ് കോൺഗ്രസ് എങ്ങനെയാണ് ദേശീയ തലത്തിൽ അതിനെ ദേശീയ തലത്തിൽ ഏറ്റെടുത്തത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് എക്സിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട വീഡിയോകളിൽ 4 കഴിഞ്ഞ ആഴ്ചയിൽ 4 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിന് വെളിയിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രമാണ്. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുമ്പോട്ട് വെച്ച പ്രചരണമാണ്. ആ പ്രചരണം ദേശീയ തലത്തിൽ ഏറ്റെടുത്തത് രാഹുൽ ഗാന്ധി മുതലുള്ള കോൺഗ്രസിൻ്റെ മുൻനിര ലീഡർഷിപ്പാണ്. അവർ വളരെ കൃത്യമായി ആ ആശയം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ പറയുന്ന ഈ വിഷയമുണ്ടല്ലോ, ഈ വിഷയത്തിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അത് പറയുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചത് VD സതീശൻ്റെ പ്രസംഗം എടുത്തു മാറ്റിയത് മാത്രമല്ല വിഷയം. VD സതീശൻ്റെ പ്രസംഗം എടുത്തു മാറ്റാൻ ഒരു കമൻറ്റ് കാരണമായി എന്ന് പറയുമ്പോൾ ആ കമൻറ്റ് ഏതാണെന്ന് പറയാൻ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പം നാളെ പോലീസ് അങ്ങ് തീരുമാനിക്കുകയാണ്, ഞാനും അജിംസും കൂടി സംസാരിക്കുന്ന വീഡിയോ അത് ഡിലീറ്റ് ചെയ്യണം, താല്പര്യമില്ല എന്നിരിക്കട്ടെ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരൊരു ഫേക്ക് പ്രൊഫൈലിൽ നിന്ന് ഒരു വിദ്വേഷാത്മകമായ സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ എന്ന തക്കവണ്ണം തോന്നുന്ന ഒരു കമൻ്റ് ഇടുന്നു. ആ കമൻറ്റിൻ്റെ പേരിൽ പോലീസ് സ്വമേധയാ ആർക്ക് മെറ്റയ്ക്കൊരു റിക്വസ്റ്റ് കൊടുത്താൽ, കേരള പോലീസാണ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനാണ്, അവരത് റിമൂവ് ചെയ്യും. പക്ഷേ ആ പ്രൊഫൈൽ ഏതാണെന്ന് പോലീസ് കണ്ടുപിടിക്കുന്നില്ല. ആ പ്രൊഫൈലിന് പിന്നിലുള്ള ആളാരാണെന്ന് പോലീസ് എത്തുന്നില്ല. അയാളെ അറസ്റ്റ് ചെയ്യാനോ അയാൾക്കെതിരായി കേസെടുക്കാനോ പോലീസ് തയ്യാറാകാതെ വരുമ്പോഴാണ് അങ്ങനെ പോലും ചെയ്യാൻ സാധിക്കും. നോക്കൂ, ഭരണകൂടത്തിന് ഇപ്പം നമ്മൾ വളരെ കൃത്യമായി ആ ഒരു ആംഗിളിലേക്ക് എടുത്താൽ ഭരണകൂടത്തിന് ഒരു വീഡിയോ
അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായ പ്രകടനത്തെ സോഷ്യൽ മീഡിയ സ്പേസിൽ നിന്ന് എടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇടണമെങ്കിൽ അതിന് അവർക്ക് തന്നെ ആ പ്ലാൻ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മൾ വളരെ വിജിലൻ്റായി ചോദിക്കുന്നത്, അങ്ങനെ ഒരു കമൻ്റ് ഉണ്ടോ? ആ കമൻ്റ് ഉണ്ടെങ്കിൽ ആ കമൻ്റ് ഇട്ടത് ആരാണ്, ഏത് പ്രൊഫൈലാണ്, അയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ, FIR എടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കുന്നത്. ഇനി ആ കമൻറ്റിൻ്റെ പുറത്താണ് ഇവർ റിക്വസ്റ്റ് കൊടുത്തിരിക്കട്ടെ, ആ കമൻറ്റ് പോലും ഈ വീഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടി കുക്കിടപ്പായി ഉണ്ടാക്കിയതാണോ, പോലീസിൻ്റെ സ്റ്റോറിയുടെ ഭാഗമാണോ, പോലീസ് സ്റ്റോറി ലൈൻ്റെ ഭാഗമാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇനി എങ്ങനെയാണ് പിണറായി വിജയനോ സഞ്ജീവിനോ ഈ പോലീസിൻ്റെ കൊള്ളരുതായികയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നത്? 10 വർഷം വരെ ആരായിരുന്നു പോലീസിനെ ഭരിച്ചത്? ഈ 10 വർഷക്കാലം ഈ പോലീസ് ഏതൊക്കെ രീതിയിലാണ് സംഘപരിവാറിന് വഴിവിട്ട രീതിയിൽ പെരുമാറിക്കൊടുത്തത്? ദത്താത്രേയ ഹോസ്പിറ്റലെ തലയിൽ മുണ്ടിട്ട് കാണാൻ പോയത് അജിത് കുമാറാണ്, അത് മറക്കണ്ട സഞ്ജീവേ. അത് തുടങ്ങി സജീവ് പറഞ്ഞു ഞാൻ ഏതൊക്കെയോ CPM നേതാക്കളെ കോട്ട് ചെയ്തു. CPM നേതാക്കളെ കോട്ട് ചെയ്തത് നിങ്ങളുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിലല്ല. ഞാൻ പറഞ്ഞത് സഞ്ജീവിന്റെ വാദം ഇതാണ്, പോലീസിനെ നിയന്ത്രിക്കുന്ന കമ്മീഷനാണ്, കമ്മീഷൻ സംഘപരിവാറിന്റെ സഖ്യകക്ഷിയാണെന്നുള്ള അഭിപ്രായ വ്യത്യാസം സഞ്ജീവിനും ഇല്ല. സഞ്ജീവ് ആരോപിക്കുന്ന കാര്യമാണ്. പിണറായി വിജയനില്ല, പിണറായി വിജയൻ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. NDAയിലെ ഒന്നാമത്തെ സഖ്യകക്ഷി അത് ഇലക്ഷൻ കമ്മീഷനാണ്, രണ്ടാമത്തെ ED ആണ്, മൂന്നാമത് പോയ BJP വരൂ എന്ന് പറയുന്നത് ഞങ്ങളാണ്. അത് ഞങ്ങളാണ്. പിണറായി വിജയൻ പറഞ്ഞോ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ? പിണറായി വിജയൻ പറഞ്ഞോ പോലീസ് ചെയ്ത് തെറ്റായി പോയി എന്ന്? ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, എനിക്കതിൽ ഒന്നും ചെയ്യാനില്ല, എനിക്കതില്ല എന്നതിനപ്പുറത്ത് അത് ഫൗൾ പ്ലേ ആണ് എന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറായോ സഞ്ജീവേ? തയ്യാറായില്ല. പിന്നെ ഒരു കാര്യം കൂടി, അത് തിരുത്തി പോണം. കാരണം സഞ്ജീവ് പറഞ്ഞു, ഞാൻ കോട്ട് ചെയ്തു അത്രേ. CPM CPM നേതാക്കളെ ഞാൻ കോട്ട് ചെയ്തു അത്രേ. എന്തിന്? ഇവരുടെ അവകാശ സംരക്ഷണം അതിനല്ല ഞാൻ ആനിരാജ അടക്കമുള്ള നേതാക്കൾ CPI അത് സഞ്ജീവിന്റെ ഓഡിയോയ്ക്ക് എന്താ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാ പറയാം സഞ്ജീവൻ അവിടെ ഓഡിയോയ്ക്ക് എന്താ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. CPI നേതാക്കളും ആനിരാജ അടക്കമുള്ളവരും പറഞ്ഞത് പോലീസിനുള്ളിൽ സംഘ് പരിവാർ സ്ലീപ്പർ സെല്ലുണ്ട് എന്ന് പറഞ്ഞത്. അതിനെ നിങ്ങളൊക്കെ എടുത്തു നോക്കി അഭിമാനമായിട്ട് കൊണ്ടു നടക്കണോ? തലയിൽ കിരീടമായി കൊണ്ടു നടക്കാനാണോ പ്ലാൻ? എന്നാ കൊണ്ടു നടന്നോ? സഞ്ജീവിന് അതാ ഇഷ്ടമെങ്കിൽ എടുത്തോ, നല്ല കാര്യം. ഞാൻ പറഞ്ഞത് പോലീസിനുള്ളിൽ സംഘ് പരിവാർ സ്ലീപ്പർ സെല്ലുണ്ടെന്നാണ്. ആ സ്ലീപ്പർ സെല്ലിന് വഴിവിട്ടു കൊടുക്കുന്നത് നിങ്ങളുടെ പോലീസും പിണറായി വിജയനുമാണ് എന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞതല്ല പറഞ്ഞത്. CPI അടക്കമുള്ള ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഇപ്പൊ നോക്കൂ, ഡിജിറ്റൽ റൈറ്റ്സിനെ കുറിച്ച്, ഇന്റർനെറ്റ് ഫ്രീഡത്തെ കുറിച്ച് കൃത്യമായ നിലപാടുകളുള്ള നിലപാട് എഴുതി വെച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM പ്രഖ്യാപിത നിലപാടുണ്ട്. പക്ഷേ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പാർട്ടിയുടെ PB മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് RSSന് സ്ലീപ്പർ സെല്ലാവുന്നു എന്ന് ആക്ഷേപിച്ചത് CPIയിലെ ആനിരാജയാണ്. അത് ശരി. അതുപോലെ ആ ആക്ഷേപം കേരളത്തിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ, CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന നിലയിൽ ഈ വലിയ ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ ഉയർത്തുകയല്ലേ വേണ്ടത്? പോലീസിനെ ഞാനല്ല ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒഴിമാറുകയാണോ വേണ്ടത് പിണറായി വിജയൻ? അല്ല, ഒന്ന് ആ ചോദ്യത്തിൻ്റെയും ആ ഉത്തരത്തിൻ്റെയും കണിശത ഏത് വിധത്തിലാണ് കടന്നുപോയതെന്ന് നിങ്ങൾ പ്രത്യേകമായി നോക്കണം. ഒന്ന്, ഇതിൻ്റെ കാരണക്കാരൻ CPM അല്ലേ LDF അല്ലേ എന്ന് ഇപ്പോഴും ആരോപിക്കുകയാണ് UDFകാർ. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് ആ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള കാര്യം, അത് ആരുടെ കൈയാണ്, ആരാണ് അതിൽ ഇടപെട്ടതെന്ന് പൊതുജനങ്ങളോട് തുറന്നു പറയുകയാണ് ചെയ്തത്. ഇപ്പൊ ഞാൻ CPMന്റെ പ്രതിനിധിയല്ലേ, ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ ഒരു അംഗമാണ് ഞാൻ. ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ അംഗം എന്ന നിലയിൽ ആ മുഖ്യമന്ത്രി പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അഭിമാനത്തോടു കൂടി പറയില്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ? മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മുഖ്യമന്ത്രി അയച്ച കത്തിന്റെ കോപ്പിയാണിത്. രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യാളായി മാറുന്ന, അവരുടെ സീല് ഓഫീസിൽ കൊണ്ടുവച്ച് നടക്കുന്ന ഒരു സംവിധാനമായി നിങ്ങൾ മാറരുതെന്ന് മുഖത്തു നോക്കി പറയാൻ കഴിയുന്ന മുഖ്യമന്ത്രിമാർ എത്ര എണ്ണം ഉണ്ട് ഈ കേരളത്തിലെ, ഇന്ത്യയിൽ? ഈ കേരളത്തിലെ പിണറായി വിജയൻ അല്ലാതെ ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ, ഇപ്പോൾ അജിംസിനെ പോലുള്ള ആളുകൾ വേർതിരിച്ചു പറയുന്നത് കേട്ടു. ഞാൻ ആ പാർട്ടിയിലെ പ്രതിനിധിയല്ലേ, ഞങ്ങളുടെ നിലപാടല്ലേ ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ധർമ്മടത്തെ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നിങ്ങളുടെ എഡിറ്റർ പ്രമോദ് രാമന് കൊടുത്തിട്ടുള്ള മരുന്നിന്റെ എന്തെങ്കിലും ക്ഷീണം കൊണ്ടുള്ള പ്രശ്നമാണോ എന്നറിയില്ല. ഇത്ര വിരോധമൊന്നും വേണ്ട. ഇന്ത്യ രാജ്യത്ത് സംഘപരിവാറിനെ കൃത്യമായി നഖശികാന്തം തുറന്നു കാണിക്കാനും അഭിപ്രായം പറയാനും കേരളത്തിലെ CPMഉം അതിന് നേതൃത്വം അത് ജീവൻ വരാം. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, കമ്മീഷന്റെ നിലപാടുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രമാത്രം വിമർശനമുള്ള ആളാണ്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, തൃശ്ശൂരിൽ വോട്ട് ചോരി നടന്നു എന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന് പരാതിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനില്ല.
തൃശ്ശൂർ പൂരം കലങ്ങി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി എന്താണ് ഒരു ഗൂഢാലോചന നടന്നു എന്ന് അവിടുത്തെ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ പരാതിയുണ്ട്. ആ പരാതി പിണറായി വിജയനില്ല. പിണറായി വിജയൻ അക്കാര്യത്തിൽ മൗനമാണ്. അതുകൊണ്ടാണ് ആ ചോദ്യം വേറിട്ട് ചോദിക്കുന്നത്. CPM പോളിറ്റ് ബ്യൂറോയുടെ നിലപാടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടും രണ്ടും രണ്ടല്ല എന്ന് എത്രയോ തവണ എത്രയോ മാധ്യമങ്ങൾ ചോദ്യങ്ങളുടെ മുന്നിലായി സഖാവ് പിണറായി വിജയൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ സഖാവ് പിണറായിയെ സംഘപരിവാറുമായി കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്നത്? എന്റെ ചോദ്യം ഇതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഒത്തുകളിച്ചിട്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചതെന്ന ആക്ഷേപം നോക്കൂ. മുഖ്യ വരണാധികാരിയായ ജില്ലാ കളക്ടർ ഒത്തുകളിച്ചു എന്ന് വി എസ് സുനിൽകുമാറിന് പരാതിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പരാതിയില്ല. അവിടെ വോട്ട് ചോരി നടന്നു എന്ന് പോലും പിണറായി വിജയന് പരാതിയില്ല. പൂരം കലക്കി സുരേഷ് ഗോപി വിജയിപ്പിച്ചു എന്ന് CPIക്ക് പരാതിയുണ്ട്. ആ പരാതി പൂരം കലങ്ങിയെന്ന് പോലും സമ്മതിക്കുന്നില്ല പിണറായി വിജയൻ. അപ്പൊ ഇത് രണ്ടും വ്യത്യസ്തമായി തന്നെ കാണണം. ഡിസ്റ്റിങ്റ്റീവ് ആണ് പ്രശ്നങ്ങൾ. വോട്ട് അട്ടിമറിച്ച് 80,000 വോട്ട് കോൺഗ്രസിന്റെ പോയതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഡീലിനെ കുറിച്ച് കൂടി സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. 80,000 വോട്ടുകൾ തൃശ്ശൂരിൽ അട്ടിമറിച്ച കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ച് ഇവരാരെങ്കിലും ഉണ്ടിയോ? ഞങ്ങൾ ചോദിക്കുന്നത് സഖാവ് പിണറായി വിജയൻ കൃത്യമായി ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരവും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പറയരുത്. ഏത് 1.5 ലക്ഷം വോട്ട് എവിടെ? തൃശ്ശൂരിൽ വോട്ട് കൂടുകയാണ് ചെയ്തത്. ലോക്സഭയിൽ ആരുടെ വോട്ട് സുരേഷ് ഗോപി പോയി എന്നുള്ളതല്ല സഞ്ജീവന്റെ പ്രശ്നം. അത് കോൺഗ്രസിന്റെ വോട്ട് പോയിട്ടുണ്ടാകാം. എന്റെ ചോദ്യം ഇതാണ്. അവിടെ വോട്ട് ചോരി നടന്നു, അവിടെ ക്രമക്കേട് നടന്നു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ പരാതി ഉണ്ട്. അങ്ങനെ ഒരു പരാതി പിണറായി വിജയൻ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ ചോദ്യം രണ്ടായിട്ട് ചോദിക്കുന്നത്. എന്തിനാണ് പറയുന്നു? KV അബ്ദുൽ ഖാദർ CPMന്റെ ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ അത് കൃത്യമായി ഓൺ ചെയ്യാനും അതിൽ അഭിപ്രായം പറയാനും CPM മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതാ ഞാൻ നിങ്ങളോട് പറയാം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നിട്ടുള്ള ഓരോ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇതാ 1977 ഞാനൊന്ന് പറയട്ടെ. ഇവിടെ ആരാണ് സംഘപരിവാറുമായി ചരിത്രത്തിലുടനീളവും ഇപ്പോഴും ഡീല് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സംഘപരിവാറിന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി കോൺഗ്രസും സംഘപരിവാർ സംഘടനകളുടെ ആകെ തുകയായിട്ടുള്ള സഹായികളായി കോൺഗ്രസിന്റെ നേതാക്കന്മാരും വിഹരിക്കുന്ന ഒരു രാജ്യത്തിരുന്നാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഡീൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആലോചിക്കണം എന്തൊക്കെയാ ഡീല്. UDFന്റെ ഈ ജനതാ പാർട്ടിയുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് രാജഗോപാലിനെ നിർത്തി കോൺഗ്രസ് അതിനെ പിന്തുണച്ചതല്ലേ ഡീല്? നിയമസഭാ സ്ഥാനാർത്ഥിയായി പെരിങ്ങളത്ത് KG മാരാറിനെ കോൺഗ്രസിന്റെ സഖ്യമായിട്ട് നിന്ന ചരിത്രമല്ലേ കോൺഗ്രസിനുള്ളത്? പട്ടാമ്പിയും പാലക്കാടും ബേപ്പൂരിലും പെരിങ്ങളത്തും ഈ പറഞ്ഞ കോലി സഖ്യം ഉണ്ടാക്കിയതല്ലേ ഡീല്? ഇങ്ങനെയുള്ള ഡീലുകളുടെ ചരിത്രമുള്ള എത്രയാ ഇന്ത്യ രാജ്യത്തെ 15ഓളം വരുന്ന PCC പ്രസിഡന്റുമാർ, 10 മുഖ്യമന്ത്രിമാർ, 500ഓളം വരുന്ന MLA മാർ, MP മാർ, ഇവരെയൊക്കെ സംഘപരിവാറിന് സംഭാവന ചെയ്ത സംവിധാനത്തിന്റെ പേരല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? എന്നിട്ട് നിങ്ങൾ ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നു. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു അവരൊക്കെ അതാ പറഞ്ഞത് നമ്മുടെ വിഷയം ഡീലൊന്നും അല്ല സഞ്ജീവ് വസന്ത്. നമ്മുടെ വിഷയം ഡീലല്ല. കമ്മീഷനോടുള്ള കമ്മീഷന്റെ നിഷ്പക്ഷതയോടും കമ്മീഷന്റെ സുതാര്യതയോടുമുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ് ചെയ്തത്. ഡീല് നമ്മുടെ വിഷയമല്ല, നമ്മൾ ചർച്ച ചെയ്യുന്നേയില്ല. ഞാൻ മടങ്ങി വരാം സഞ്ജീവിലേക്ക്. ശ്രീ ദാമോദർ പ്രസാദ്, ഇവിടെ മുഖ്യമന്ത്രി കുറെ കൂടി ഈ വിഷയത്തിൽ ഷാർപ്പായ ഒരു നിലപാട് സ്വീകരിക്കണമായിരുന്ന അഭിപ്രായം ദാമോദർ പ്രസാദ് മുമ്പോട്ട് വെച്ചു. അത് അപ്പോൾ പോലും അങ്ങനെ സാധിക്കാവുന്ന ഒരു സിറ്റുവേഷനിലാണോ മുഖ്യമന്ത്രി എന്നൊരു ചോദ്യം കൂടിയില്ലേ? സാധിക്കാവുന്ന സിറ്റുവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടപ്പോൾ നേരത്തെ അജിംസ് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഇൻ്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനം, അതിൻ്റെ ഇൻ്റർനെറ്റ് പക്ഷേ അതൊരു ഭരണഘടന അല്ലെങ്കിൽ കൂടി സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ച സംസ്ഥാനം, അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ പൊതുമണ്ഡലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് സൈബർ പൊതുമണ്ഡലത്തിൽ ഇത്തരം അഭിപ്രായങ്ങൾ റദ്ദാക്കപ്പെടുന്ന ഒരു ആസൂത്രിതമായ നീക്കം കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ ആ നിയമത്തിനെതിരെ ഇപ്പോൾ 66A കുറിച്ച് അനൂർ പറഞ്ഞു. P. രാജീവ് പാർലമെൻറ്റിൽ അതിനെതിരെ 66A റദ്ദാക്കുന്നതിന് തൊട്ടുമുമ്പ് 66A ഏറ്റവും കൂടുതൽ സംസാരിച്ചൊരു പാർലമെൻറ്റ് അംഗമാണ് P. രാജീവ്. അപ്പോൾ അങ്ങനെ CPM ഞാനത് പറയാം, CPM അതേ ബന്ധപ്പെട്ട് ചരിത്രമുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് മുഖ്യമന്ത്രി അത്തരമൊരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ പ്രതിപക്ഷ നേതാവാണ്, രാഷ്ട്രീയ എതിരാളിയാണ് ഇരിക്കെ തന്നെ ആ ജനാധിപത്യ അന്തസ്സ് എന്താണ്?
ആ എതിരാളിയുടെ അഭിപ്രായം കേൾക്കാൻ എല്ലാവർക്കും അർഹതയുണ്ടെന്ന് ഞങ്ങളതിന് മറുപടി കൊടുക്കും. അത് നുണയാണെന്ന് പറയും, അത് ആരോപണവും അതിനുള്ള വിമർശനവും. പക്ഷേ അത് അവിടെ ഉണ്ടായിരിക്കേണ്ടത് ജനാധിപത്യത്തിന് അന്തസ്സാന്ന് പറയുമ്പോഴാണ് ജനാധിപത്യം നമ്മളെല്ലാം ഉയരുന്നത്, നമ്മളെ പൗരസമൂഹം ഉയരും. പക്ഷേ ഇന്നത് CPM യുവ നേതാവ് ശരിയാണ്, പിണറായി വിജയൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ സഞ്ജീവന് അഭിപ്രായം വരാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. പക്ഷേ സഞ്ജീവിന് അത് പറയാൻ സാധിച്ചതിന് രാവിലെ മുഖ്യമന്ത്രി പറയണം എന്തുകൊണ്ട് വിട്ടുപോയി. പക്ഷേ വിട്ടുപോയതായിരിക്കും, ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ നമുക്ക് വിചാരിക്കാം വിട്ടുപോയി. പക്ഷേ അവിടെയാണ് ഒരു ജനാധിപത്യ അന്തസ്സ് ഉയർത്തുമ്പോഴാണ് ജനാധിപത്യം പ്രസക്തമാവുന്നത്. അത് മുഖ്യമന്ത്രി ചെയ്തതിലാണ്. അതുപോലെ തന്നെ ഈ തൃശ്ശൂരിനെ കുറിച്ച് ആരോപണം സ്ഥിരം കേൾക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാര്യം ആ ആരോപണത്തിൻ്റെ അകത്ത് CPM ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞാൽ അവിടെ അധികം വോട്ട് ചേർത്തായി ബന്ധപ്പെട്ടിട്ടാണ്. മറിച്ച് CPM ആണ് ഉന്നയിക്കുന്ന ആരോപണത്തിൽ പ്രശ്നമുണ്ട്. ഈ ഒരു ഗൗരവമായ ഒരു വോട്ട് ചോരുടെ പശ്ചാത്തലത്തിലാണ് ആരോപണം വന്നത്. മറിച്ച് കോൺഗ്രസിൻ്റെ വോട്ടാണ് പോകുന്നതും ഈ ആരോപണം നള്ളിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഈ വോട്ട് ചേർത്തു എന്ന് പറയുന്ന ഒരു ആരോപണം ദേശീയ തലത്തിൽ ഉന്നയിക്കപ്പെടുമ്പോൾ അതല്ല കാരണം കോൺഗ്രസ്സുകാർ പോയി വോട്ട് എന്ന് പറയുമ്പോൾ ഏത് ആരോപണം നള്ളിഫൈ പെടുന്നത് അതിൻ്റെ അകത്ത് അങ്ങനെ വശം നിങ്ങൾക്കത് ഉന്നയിക്കുക. രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനെ വോട്ട് പോയ ബന്ധപ്പെട്ട കാര്യം ഉന്നയിക്കുമ്പോഴും ഇതേ നള്ളിഫൈ എന്ന വിധത്തിൽ ആ ആരോപണം കൊണ്ടുകഴിച്ചാൽ എന്താണ് ഗൗരവമായി ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്ന ആരോപണം ഇന്ത്യയുടെ ജനാധിപത്യത്തെ ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വോട്ട് ശതമാനത്തിൽ ഈ വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ ഗൗരവമായി അത് CPM ഉയർത്തിപ്പിടിക്കുന്ന വാദം കൂടിയാണ്. അഖിലേന്ത്യാ സെക്രട്ടറി അതിനൊപ്പം നിൽക്കുന്നതാണ്. ആ സമയത്ത് ആ വാദത്തിന് നള്ളിഫൈ എന്ന വിധത്തിൽ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം ഇതുപോലെ വോട്ട് ട്രാൻസ്ഫർ നടക്കുകയോ അല്ലെങ്കിൽ വോട്ട് എന്തെങ്കിലും ഡീലുണ്ടാകുന്നൊക്കെ ആരോപണം ഉന്നയിക്കാം. പക്ഷേ മറ്റേ ഭാഗം ഇല്ലാതാക്കുന്ന വിധത്തിൽ അതിന് നള്ളിഫൈ എന്ന വിധത്തിലായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനാധിപത്യത്തിലുള്ള സമീപനം എന്താണ് മാറിപ്പോവല്ലേ? അങ്ങനെയുള്ള പിഴവുകൾ പറ്റാതിരിക്കാൻ നോക്കുന്നത് എന്തുകൊണ്ടാണ് ആവശ്യമെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ മറ്റു പരിധിയിലും സുതാര്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്, അത്തരം സന്ദേഹം നിലനിൽക്കുന്നുണ്ട്. അതിന് ആ ചർച്ചകളെ റദ്ദാക്കുന്ന സന്ദേഹം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചർച്ച കമൻറ്റിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിച്ചത്? ഞാൻ ഇതിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. ഒരു ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ പോലീസിന് ഒരു വിവേകം എന്നൊരു ഡിസ്ക്രിപ്ഷണറി പവർ ഇല്ലേ? ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷണറി പവർ പോലീസിൻ്റെ അടുത്തല്ലേ? അവർ ഉടനെ തന്നെ സൈബർ പെട്രോളിംഗ് നടത്തി ഈ വീഡിയോ മാറ്റുകയാണോ വേണ്ടത്? അപ്പോൾ എന്താണ് പോലീസിൻ്റെ എങ്ങനെയാണ് പോലീസ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചല്ല ഇവിടെ സംശയം വരുന്നത് ഇവിടെ കാര്യത്തിൽ. കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഒരു വിഷയം റിക്വസ്റ്റ് ചെയ്താൽ അതിന് ഡിസ്ക്രിപ്ഷണറി പവർ ആർക്കാണ്? പോലീസിനല്ലേ. എന്തുകൊണ്ട് പോലീസ് ആ ഡിസ്ക്രിപ്ഷണറി പവർ ഉപയോഗിക്കുന്നത് ഉടനെ തന്നെ മാറ്റി? അവിടെ സംശയം നിൽക്കാൻ അവസാനം എന്തുണ്ടായി? അത് പുനഃസ്ഥാപിക്കേണ്ടത്. മാത്രമല്ല കോടതിയിൽ ഈ മനോരമ ന്യൂസ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി ഉറപ്പായിട്ട് എന്താണ് പറയുക? രൂക്ഷ വിമർശനം വരാനും സാധ്യതയുണ്ട്. വിമർശനം വളരെ രൂക്ഷമായി വരും. അതുകൊണ്ട് ഒരുപക്ഷെ അതിനെയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇന്നിങ്ങനെ തീരുമാനിച്ചു പോയത്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയ വിവേകം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ ഇത്തരം കാര്യം വിവേകം നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ നമ്മുടെ കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ഏത് മുന്നണിക്കും CPM-നും കോൺഗ്രസിനും ഒരേപോലെ ബാധ്യതയുണ്ട്. കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം ജീവശ്വാസമാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നതിൻ്റെ സൂചനയാണിത്. അതുകൊണ്ട് താൽക്കാലികമായി അങ്ങോട്ട് അടിവെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് ഇനിയും തെരഞ്ഞെടുപ്പ് വേണം, ഈ രാഷ്ട്രീയ പാർട്ടി ഇനി അത് ജീവിക്കണം, അതില്ലാതാവുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ആശങ്കപ്പെടുന്നതെങ്കിൽ ഇതിൻ്റെ ഗൗരവമായ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ അവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നുള്ളതാണ്. അഭിപ്രായം പറഞ്ഞാൽ അവകാശം റദ്ദാക്കപ്പെടുന്നു. നാളെ നിങ്ങളുടെ നേർക്കും വരും. ഒടുവിൽ നിങ്ങൾ ഒറ്റയാവുന്ന സ്ഥിതിയുണ്ടാവും. അതിന് പകരം പരസ്പരം ആരോപണങ്ങൾ എറിയുക എന്നുള്ളത് മാത്രമേ ഇതിനൊക്കെ നടക്കുന്നുള്ളൂ. പക്ഷേ ഗൗരവമായിട്ട് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ അന്തസ്സ് ഏർപ്പെടുക ഒരു ബാധ്യത ഇവർക്കില്ല. അത് വേറെ വിഷയമേ അല്ല. പരസ്പരം അങ്ങോട്ട് കലഹിക്കുക, അത് കേട്ട് മതിയായി. പക്ഷേ അവിടെ ജനാധിപത്യ അന്തസ്സ് ഉയർത്തുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് പല സ്ഥലങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട്. ആ വ്യാപകമായി നടക്കുന്നതിന് പിന്നെ ഒരു നിയമപരമായ പിന്തുണയും കിട്ടുന്നു. അതിനെതിലുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അത് ഒരുപക്ഷെ അനുകരണ സംഘടന നടത്തേണ്ടല്ല, രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്വം നടത്തേണ്ട സംഘടന പ്രവർത്തനമാണ്. അതിന് എന്തുകൊണ്ട് വിമുഖത കാണിക്കുന്നു? പരസ്പരം എന്തുകൊണ്ട് ആരോപണത്തേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നു? എങ്ങനെയാണ് നിങ്ങൾ സങ്കോചിക്കുന്നത്? അത് ആലോചിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ശരി, ശ്രീ അനിവർ അരവിന്ദ്, VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം രൂപം കൊണ്ടതും അതിന് മുഖ്യമന്ത്രി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അവിടെ നിന്ന് കേരളം മുമ്പോട്ടാണോ അതോ പുറകോട്ടാണോ പോകുന്നത്? കഴിഞ്ഞ 10 വർഷം ഒരു സ്വതന്ത്ര ഇൻ്റർനെറ്റ് എന്ന ആശയത്തിന് കേരളത്തിൽ എത്രമാത്രം പുരോഗതി ഉണ്ടായിട്ടുണ്ട്? ഇത് ഇന്റർനെറ്റ് എന്നുള്ളതിനേക്കാളും ചോദ്യമാണ്. എന്താ കാരണം വെച്ചാൽ ലോകം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പല രീതിയിലുള്ള പുരോഗതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇന്റർനെറ്റിന്റെ മീതിലുള്ള നിയന്ത്രണങ്ങളുടെ മീതിയുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറിക്കഴിഞ്ഞു. ഒരുപാട് കാലമായിട്ട് നടക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് എന്തിനാണ് സെൻട്രൽ ഗവൺമെന്റ് IT ആക്ട് ഭരിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പഴയ ടെലികമ്മ്യൂണിക്കേഷന്റെ ബാക്കിയാണ്. പക്ഷേ ഇത് ഇലക്ട്രിസിറ്റി പോലെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തെയും ബാധിക്കുന്ന ഒരു സാധനമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് കയ്യിൽ വെക്കുകയും എന്നാൽ ഇത് ലോ ആൻഡ് ഓർഡറായി മാറുന്നു പലപ്പോഴും അതുപോലെ തന്നെ കമ്മ്യൂണൽ ഫൈനാൻസ് ആയി മാറുന്നു. ഇതൊക്കെയായി മാറുന്ന ഒരു കാലമാണ്.
അപ്പൊ ഇത് ഒരു സെൻട്രൽ ലോ എന്നതിൽ പൊളിഞ്ഞു മാറി സ്റ്റേറ്റ് ലോസ് ആയി മാറേണ്ട ഒരു കാലമായി സത്യം പറഞ്ഞാൽ. പക്ഷേ പഴയ ഇ കോമേഴ്സിന്റെ കാലത്തുണ്ടാക്കിയ IT ആക്ട് നിന്ന് മാറിയിട്ടില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് കൂടുതൽ ഡിജിറ്റൽ ഇന്ത്യ ആക്ട്, കൂടുതൽ എക്സിക്യൂട്ടീവ് കൺട്രോൾ, ഇതൊക്കെ ആയിക്കൊണ്ട് ഡിജിറ്റലിനെ കൺട്രോൾ ചെയ്യുക. ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ല പ്രശ്നമല്ല. ഇപ്പൊ GSTയുടെ കാര്യത്തിൽ എല്ലാ ഡിജിറ്റലിന്റെ കാര്യത്തിലുള്ള GST മുഴുവൻ സെൻട്രൽ ഗവൺമെന്റാണ് പിരിക്കുന്നത്. ഈ റവന്യൂ പോയിട്ട് റവന്യൂവിന്റെ ഇന്റലിജൻസ് പോലും സ്റ്റേറ്റ്സിനില്ല. ഡാറ്റാ സെന്ററുകളുടെ കാലമാണ്. ഡാറ്റാ സെന്റർ പക്ഷേ എന്താണ് എവിടെയാണ് നടക്കണമെന്നുള്ള ഇന്റലിജൻസ് പോലും സ്റ്റേറ്റ്സിന് വരുന്നില്ല. ഇത് നമ്മൾ ഇനി അതൊരു ഭാഗത്ത് വെക്കുന്നു. മറുഭാഗത്ത് സ്റ്റേറ്റ്സിന് പവർ ചെയ്യുമ്പോൾ നമ്മൾ 66A കാര്യം പറഞ്ഞു. ഒരു സമയത്ത് പിണറായി വിജയൻ തന്നെയാണ് 118A എന്ന് പറയുന്ന ഇത് കൊണ്ടുവന്നത്, കേരള പോലീസിന് അധികാരം കൊടുക്കുന്ന സാധനം കൊണ്ടുവന്നത്. അപ്പോൾ അത് അവർ തിരുത്തിയ നല്ല കാര്യം. അപ്പോൾ 66A ഈക്വലന്റ് ആയിരുന്നു. ഇപ്പോൾ നടക്കുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ വഴി നടക്കുന്നത് 118A കൊണ്ടുവന്ന് എങ്ങനെ കേരള പോലീസിന് അധികാരം കൂടുതൽ കൊടുക്കാൻ നോക്കിയിരുന്നോ അതെന്തുകൊണ്ട് എതിർക്കപ്പെട്ടു എന്ന് പറയുന്ന അതേ സാഹചര്യം തന്നെയാണ് ഫെബ്രുവരി നോട്ടിഫിക്കേഷൻ വെച്ച് 3 മണിക്കൂറിനുള്ളിൽ ടേക്ക് ഡൗൺ ചെയ്യുക, കണ്ടന്റ് ടേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളത് കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഗ് ടെക്കിന്റെ അടുത്ത് എന്താ പറയുന്നത്, നിങ്ങളിത് 3 മണിക്കൂറിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സേഫ് ഹാർബർ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ബിഗ് ടെക്കിനോട് പറയുന്നു നിങ്ങൾ AI അൽഗോരിതങ്ങൾ ഉപയോഗിച്ചു, എന്ത് ബ്ലാക്ക് ബോക്സ് അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് ടേക്ക് ഡൗൺ ചെയ്തോളൂ. മലയാളം അവർക്ക് മനസ്സിലാവുമോ? മലയാളം പ്രോസസ് ചെയ്യാനുള്ള കണ്ടന്റ് പവർ ഉണ്ടോ? AI കപ്പാസിറ്റി ഉണ്ടോ? ഇതൊന്നുമില്ല. പോലീസ് നോട്ടീസ് അയച്ചു, എന്നാൽ ഞങ്ങൾ ടേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ പോലീസിന്റെ ഡിസ്ക്രിഷണറി പവർ അവർ ഉപയോഗിക്കുന്നില്ല. പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ ഉണ്ടാവുന്നില്ല. ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് പണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്യാറുള്ളത്? പണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷന് എത്രത്തോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് എത്രത്തോളം ഓൺലൈൻ സ്പെൻഡ് ചെയ്യുന്നു എന്നതുവരെ നോക്കിക്കൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്ന ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ പാർട്ടികളും വളരെ കൃത്യമായിട്ട് ഓൺലൈൻ അഡ്വർടൈസിൽ എത്ര പൈസ ചിലവാക്കുന്നു എന്നൊക്കെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതൊന്നും മാറിയിട്ട് അവരുടെ നോട്ടീസിൽ തന്നെ അവരുടെ പാർട്ടികൾക്ക് അയക്കുന്ന ലെറ്ററിൽ തരുന്ന പൊളിറ്റിക്കൽ സീലുകൾ വരുന്നു. അവരുടെ കയ്യിലുള്ള പോലീസ് എന്ന് പറയുന്നത് എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ മീതെ കാണുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷനെയാണ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എന്താ പറയുക, SIR എക്സൈസ് ഒക്കെ നടത്തുമ്പോൾ അവർക്ക് ആകപ്പാടെ തിരിച്ചു പിടിക്കാൻ ബാക്കി ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റി ആയിരുന്നു. അതായത് ബീഹാറിൽ പോയ ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കാനുള്ള ഒരേ ഒരു അവസരമായിരുന്നു കേരളത്തിലോ മര്യാദയ്ക്ക് SIR നടത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈവൺ ഇലക്ഷന് മുമ്പ് തന്നെ ക്രെഡിബിലിറ്റിയുടെ ടോട്ടൽ കൊളാപ്സ് ആണ് സംഭവിച്ചിരിക്കുന്നത്. കേരള പോലീസ് ഇതിലെ എയ്ഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, പോലീസിന് എങ്ങനെ അതിൻ്റെ അധികാരം കിട്ടുന്നു? ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ ഈ നടപടി എടുത്ത ഉദ്യോഗസ്ഥനെ അവർ പിരിച്ചുവിട്ടുവെന്നോ സസ്പെൻഷനിലാക്കിയാണ് പറയുന്നത്. ഈ നോട്ടീസ് അയച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സർവീസിലുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് ബാക്കി. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ട്. ശരി, സഞ്ജീവ് എന്തോ പറയാൻ വന്നു, വളരെ പെട്ടെന്ന് സമയം പോയി. സഞ്ജീവ്, ഒന്ന്, മുഖ്യമന്ത്രി ഇത്തരം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് യാതൊരു അഭിപ്രായവും പറഞ്ഞില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ നമുക്കത് കാണാൻ കഴിയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാനല്ല പോലീസിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. അങ്ങേയറ്റം തെറ്റായ ചെയ്തിയാണ് ഇത്. സഞ്ജീവ് കേട്ടതിന്റെ കുഴപ്പമാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ ആദ്യം ഈ ചർച്ചയുടെ തുടക്കത്തിൽ കാണില്ലേ, മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇന്റർനെറ്റ് ഫ്രീഡത്തെ കുറിച്ച് ചോദ്യം ചോദിക്കുന്നില്ല, കമ്മീഷന്റെ അധിക്രിയയെ കുറിച്ച് ചോദിക്കുന്നില്ല എന്നായിരുന്നു ചോദ്യം. ഇത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ആദ്യം കേൾപ്പിക്കുകയും ചെയ്തു. സഞ്ജീവ് തെറ്റിദ്ധരിച്ചാണ്. നന്ദി സഞ്ജീവ്. വസന്ത് ശ്രീയക്ക്, അനിവർ അരവിന്ദ്, ദാമോദർ പ്രസാദ് ഇത്രയും സംസാരിച്ചത്